മനുഷ്യമക്കളോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദൈവവിളികളും. തൻ്റെ സവിധത്തിലേക്ക് ഓരോ ആത്മാക്കളെയും ആനയിക്കുവാനുള്ള മഹത്തായ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അവർ ഓരോരുത്തരും. സകലരെയും വിശുദ്ധീകരിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന തിരുസഭയുടെ മഹത്തായ ദൗത്യത്തിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവർ പങ്കാളികളാകുന്നു. അങ്ങനെ അവർ ഓരോരുത്തരിലൂടെയും അനേകാത്മാക്കൾ ദൈവകരങ്ങളുടെ സുരക്ഷിതത്വത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അഭിവന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് തൻ്റെ പ്രവർത്തന ശൈലികളും സ്നേഹശീലവും കൊണ്ട് കേരള സഭയിൽ ഏറെ ശ്രദ്ധേയനാണ്. തലശ്ശേരി രൂപതയിൽ തുടക്കം കുറിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതം പിന്നീട് മാനന്തവാടി, ഭദ്രാവതി, മാണ്ഡ്യ തുടങ്ങിയ രൂപതകളിൽ അനുഗ്രഹം പകർന്ന് ഒടുവിൽ തലശ്ശേരിയിൽ തന്നെ തിരികെ എത്തിയപ്പോൾ ഈ ജീവിതയാത്ര വെളിപ്പെടുത്തുന്ന മഹനീയമായ ഏറെ ദൈവിക പദ്ധതികളുണ്ട്. അനാദിയിൽ തന്നെ ദൈവം നിശ്ചയിച്ചിരുന്ന സുപ്രധാന നിയോഗങ്ങളിലേക്ക് അവിടുന്ന് അഭിവന്യ ഞരളക്കാട്ട് പിതാവിനെ കരം പിടിച്ചു നടത്തുകയായിരുന്നു. വിശാലമായ കർണാടക സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ദിക്കിൽ ആവശ്യമായ പരിശീലനം ഒരുക്കപ്പെട്ടതിനു പിന്നാലെ 2010 സ്ഥാപിതമായ മണ്ഡ്യ രൂപതയുടെ പ്രഥമ മെത്രാനായും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അഭിവന്യ ഞരളക്കാട്ട് പിതാവിനെ അടുത്തറിഞ്ഞവർക്കും മാതൃരൂപതയായ മാനന്തവാടിക്ക് മുഴുവനും അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകം. ആയിരക്കണക്കിന് വിശ്വാസികളുടെയും അഭിഷിക്തരുടെയും സന്യസ്തരുടെയും സാന്നിധ്യത്തിൽ 2010 ഏപ്രിൽ 7-ാം തീയതി അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ കൈവയ്പ് വഴിയായി മെത്രാൻ പദവിയിൽ അഭിഷിക്തനായി. അഭിവന്യ ഞരളക്കാട്ട് പിതാവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്ന ദൈവിക ഇടപെടലുകളുടെ തുടർച്ചയാണ് ആ ദൈവവിളിയുടെ ഏറ്റവും വലിയ സവിശേഷത. മാനുഷികമായ ചിന്താധാരകൾക്കപ്പുറം ദൈവത്തിൻ്റെ മഹനീയമായ പദ്ധതികൾ ഓരോ ഘട്ടത്തിലും അഭിവന്യ പിതാവിൻ്റെ വഴിത്താരകളിൽ പൂവണിഞ്ഞുകൊണ്ടിരുന്നു. 4 വർഷം നീണ്ട മണ്ഡ്യ രൂപതാധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും അപ്രതീക്ഷിതമായായിരുന്നു ഒരു വലിയ മാറ്റം അദ്ദേഹത്തെ തേടിയെത്തിയത്. തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ എന്ന കൂടുതൽ ഉത്തരവാദിത്വമുള്ള പുതിയ പദവിയെയും മുമ്പെന്നതുപോലെ ദൈവഹിതമായി കണ്ട് അദ്ദേഹം സ്വീകരിച്ചു. മാണ്ഡ്യയിൽ തന്നെ എൻ്റെ വൈദിക ഈ ബിഷപ്പ് എന്ന രീതിയിലുള്ള പ്രവർത്തനം അവിടം കൊണ്ട് അങ്ങ് തീരും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തലശ്ശേരി രൂപതയിലേക്കുള്ള എൻ്റെ സ്ഥലം മാറ്റം വരുന്നത്. തലശ്ശേരി രൂപതയിൽ അഭിവന്യ വലിയമറ്റം പിതാവിൻ്റെ 75 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ തലശ്ശേരി രൂപതയിലേക്ക് വേണ്ടിയുള്ള ഒരു പുതിയ സാരഥിയെ പറ്റിയുള്ള ചിന്തകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഞാൻ തലശ്ശേരിക്ക് വരും എന്നൊരു ചിന്ത എന്നെ അലട്ടിയിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. മെത്രാൻ സ്ഥാനാർത്ഥികളുടെ അന്വേഷണത്തിൻ്റെ ഒരു 2-ാം ഘട്ടത്തിൽ, ഒരു അവസാന ഘട്ടത്തിലാണ് ഞാനെന്ന വ്യക്തി അങ്ങോട്ട് കടന്നു വരുന്നത്. പിന്നീട് എനിക്കറിയാൻ കഴിയും 2014 ഓഗസ്റ്റ് മാസത്തെ സിനഡാണ് ഈ തലശ്ശേരി അതിരൂപതയുടെ മേലധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ സിനഡിൽ ചെന്നപ്പോൾ തന്നെ പിതാക്കന്മാരുടെ നീക്കങ്ങളും ചർച്ചകളും അവർ എന്നോട് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലായി, എനിക്ക് തുടങ്ങി ഇവർ എന്നെ ലക്ഷ്യമിടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവസാനം ആ സിനഡാണല്ലോ 2014 ഓഗസ്റ്റ് സിനഡാണ് തലശ്ശേരി അതിരൂപതയുടെ പിതാവായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നത്. ഞാനതിന് സമ്മതിക്കുന്നു.
അപ്പോൾ ഞാനത് സമ്മതിക്കുന്നത് തന്നെ വീണ്ടും അതുപോലെയാണ്. എനിക്ക് മാണ്ഡ്യയിൽ നിന്ന് പോരുന്നതിന് മാനസികമായിട്ടും ഒക്കെ വിഷമമുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണ് അത് അന്ന് വ്യക്തമായി പിതാക്കന്മാരിലൂടെ മനസ്സിലായപ്പോൾ ഞാൻ അതങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതൊരു സ്ഥാനത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ തമ്പുരാൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്താലാണല്ലോ നമുക്ക് എവിടെയായാലും വിജയപ്രദമാകാൻ സാധിക്കുള്ളൂ. കേരള സഭാ ചരിത്രത്തിൽ തലശ്ശേരി അതിരൂപതയുടെ സ്ഥാനം നിർണായകമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അനേക പതിറ്റാണ്ടുകൾ കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു വിശ്വാസി സമൂഹം 5 രൂപതകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും തലശ്ശേരി എന്ന മാതൃരൂപതയ്ക്കും അധ്യക്ഷനും ഇന്നും ഏറെ ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കുന്നു. കേരള സഭയൊന്നാകെ ഉറ്റുനോക്കുന്ന ആ പദവിയിലേക്കാണ് അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവ് 2014 അവരോധിക്കപ്പെടുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവിധം പതിറ്റാണ്ടുകൾ കൊണ്ട് ദൈവം അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു. 2014 ഓഗസ്റ്റ് 28 തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി എന്നെ നിയമിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എറണാകുളത്തും തലശ്ശേരിയിലൊക്കെ നടക്കുകയുണ്ടായി. ഞാൻ എൻ്റെ മാതൃ ഇടവയിലേക്ക് തിരിച്ചു വരികയാണ്. വീണ്ടും അവിഭക്തമായിരുന്ന തലശ്ശേരി രൂപതയുടെ മാതൃഭവനത്തേക്ക് തിരിച്ചു വരികയാണ്. വേണമെങ്കിൽ പറയുക ഒരു 42 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരിക വീണ്ടും. അപ്പോൾ 42 വർഷത്തിന് ശേഷം ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തുമാത്രം വ്യതിയാനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, എന്തുമാത്രം മാറ്റങ്ങളുണ്ടായി, എത്രയോ പുതിയ വൈദികരുണ്ടായി, എത്രയോ പുതിയ ഇടവകളുണ്ടായി. 2014 ഒക്ടോബർ 30 ഞാൻ തലശ്ശേരി രൂപതയിലേക്ക് വരുന്നത്. എൻ്റെ സ്ഥാനാരോഹണം നടക്കുന്ന അന്നാണ് അഭിമന്യ വലിയമറ്റം പിതാവിനുള്ള യാത്രയയപ്പ് യോഗവും അന്നായിരുന്നു. രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് ഒരുമിച്ച് ചേർന്നത്. നമ്മളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ നടന്നത്. ധാരാളം മെത്രാപ്പൊലീത്തമാരും മെത്രന്മാരും ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാനന്തവാടി, മണ്ഡ്യ പ്രദേശം ധാരാളം ആളുകളോട് വന്നിരുന്നു. എൻ്റെ പഴയകാല ആ ബന്ധങ്ങളുള്ളതുകൊണ്ട്. ഒപ്പം തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം മനുഷ്യരോട് എത്തിയിരുന്നു. അന്നത്തെ എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെടുകയുണ്ടായി. അതിനിവിടുത്തെ നമ്മുടെ ബിഷപ്പ് ഹൗസിലെയും ഇവിടുത്തെ വൈദികരൊക്കെ നല്ല നേതൃത്വം കൊടുത്തിരുന്നു. മനോഹരമായൊരു ചടങ്ങായിരുന്നു എന്ന് അതിൽ പങ്കെടുത്ത എല്ലാവരും പറയുകയുണ്ടായി. അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ വലിയൊരു സവിശേഷത അത് തലശ്ശേരി അതിരൂപതയിൽ ആരംഭിച്ച് മറ്റ് 3 രൂപതകൾ പിന്നിട്ട് അവിടെ തന്നെ തിരികെ എത്തി നിൽക്കുന്നു എന്നതാണ്. ദൈവം വളരെ സവിശേഷമായി തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകനെ അവിടുന്ന് തന്നെ വളർത്തി അനാദിയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കൈപിടിച്ച് നടത്തിയ വിസ്മയനീയമായ അനുഭവങ്ങളാണ് ഈ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്നത്. ഏറെ ആശങ്കകൾക്കിടയിലും മനോഹരമായി ദൈവം തന്നെ വഴി നടത്തിയ അനുഭവങ്ങൾ അഭിവന്യ പിതാവ് സ്മരിക്കുന്നു. ഞാനിങ്ങോട്ട് കടന്നു വന്നു. എനിക്ക് എൻ്റേതായ ആശങ്കകളും ഉത്കണ്ഠകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ വൈദിക സമൂഹവും സമർപ്പിത സമൂഹവും വളരെ പ്രത്യേകമായിട്ട് ദൈവജനവും എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് നാളിതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം മാതൃഗ്രഹമായ മൈനസെമിനാരിയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ തമ്പുരാൻ എന്നെ 1963 ദൈവവിളി ക്യാമ്പിലൂടെ ഇവിടെ വെച്ചാണ് വിളിച്ചത്. ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ദൈവവിളി ഒരിക്കൽ കൂടി എന്നെ ഉറപ്പിച്ചു ഇവിടെ കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഇത്രയും നാളത്തെ ജീവിതം
71 വൈദികനായി. ഇപ്പോൾ 44 വർഷത്തെ പൗരോഹിത്യ ജീവിതമാണ് കഴിഞ്ഞത്. ഈ 44 വർഷവും ദൈവം എന്നെ നയിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ, സ്നേഹത്തിൽ. ഒത്തിരിയേറെ മനുഷ്യരുമായിട്ട് കണ്ടുമുട്ടുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടി. പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിത കർത്താവ് ഒരുക്കി തന്നു. പഠിക്കാനായിട്ട് പുറത്തു പോയതും ധാരാളം മനുഷ്യരെ കണ്ടുമുട്ടിയതും വ്യത്യസ്തങ്ങളായ ജോലികൾ വിവിധ രൂപതകളിൽ കൂടെ ചെയ്യാൻ കഴിഞ്ഞതും 5 പിതാക്കന്മാരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചതും അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതൊക്കെ എൻ്റെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അവസാനം ഇപ്പോൾ ഞാൻ തലശ്ശേരി എത്തി നിൽക്കുമ്പോൾ ഇവിടെ നന്ദിപൂർവ്വം തലശ്ശേരി രൂപതയിലെ മുൻകാല പിതാക്കന്മാരെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയുടെ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ പ്രഥമ ബിഷപ്പായിരുന്ന വള്ളപ്പള്ളി പിതാവ്. അന്ന് ഈ പ്രദേശമൊക്കെ തലശ്ശേരിയുടെ കീഴിലായിരുന്നു. ഇപ്പോൾ ഇത് എത്ര രൂപതകളായി? 5 രൂപതകളായിട്ട് തിരിഞ്ഞു. മാനന്തവാടി, താമരശ്ശേരി, ബെൽത്തങ്ങാടി, ഭദ്രാവതി, മണ്ഡ്യ. തലശ്ശേരിക്ക് ഉൾപ്പെടെ 5 രൂപതകളായി തിരിഞ്ഞിട്ടുണ്ട്. തലശ്ശേരി രൂപത ഇപ്പോഴും വലിയ രൂപതയാണ്. 60,000-ൽ പരം കുടുംബങ്ങളുണ്ട്. 3 ലക്ഷത്തിൽ പരം വിശ്വാസികളുണ്ട്. 325 വൈദികരുണ്ട് ഇപ്പോൾ ഈ രൂപതയിൽ. സിസ്റ്റേഴ്സിനെയാണ് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് 265ഓളം കോൺവെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മാതൃ രൂപതയിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 200-നടുത്ത ഇടവകകളുള്ള തലശ്ശേരി അതിരൂപതയെ അടുത്തറിയുവാൻ അഭിമന്യ പിതാവിന് വേണ്ടി വന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. എക്കാലവും ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുവാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം ഇവിടെയും അത് ആവർത്തിക്കുകയായിരുന്നു. അഭിമന്യ ഞരളക്കാട്ട് പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ പരിചയക്കാർ ഏറ്റവുമധികം പരാമർശിക്കാറുള്ള അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ഓർമ്മശക്തിയിലൂടെ ഒരു രൂപതയെ മുഴുവൻ ഹൃദിസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന് ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ വൈദിക സമൂഹത്തെ 4 സോണുകൾ വെച്ച് ആദ്യമേ കാണുകയുണ്ടായി. അതാണ് ആദ്യം ചെയ്തൊരു പ്രവൃത്തി. അങ്ങനെ പരിചയപ്പെടാൻ വിളിച്ചുകൂട്ടി അവർക്ക് എന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കുകയും എനിക്ക് അവരോട് പറയാനുള്ളതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ഒരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അപ്പോൾ തമ്പുരാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്, നീ എല്ലാ ഇടവുകൾ തോറും ഒന്ന് പോവുക രൂപതയെ പഠിക്കാനായിട്ട്. സാധാരണ നമ്മുടെ മലബാർ പ്രദേശത്ത് മെയ് മാസത്തിലാണ് വൈദികരുടെ സ്ഥലമാറ്റം വരുന്നത്. അപ്പം മെയ് മാസത്തിൽ വൈദിക സ്ഥലമാറ്റം വരുന്നതിന് മുമ്പായിട്ട് ഈ വൈദികരെ പറ്റി പഠിച്ചില്ല, നിനക്ക് എങ്ങനെയാണ് അവരെ സ്ഥലമാറ്റം ചെയ്യാൻ പറ്റുക? അപ്പോൾ എനിക്ക് തോന്നി ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാ ഇടവുകൾ തോറും ഒന്ന് പൊക്കളയാം. ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അത് ഫൊറോന വിചാരിച്ചുമാരെ അറിയിച്ചു. ഫൊറോന വിചാരിച്ചു അതെല്ലാം ക്രമീകരിച്ചു. ഒരു ഫൊറോനയ്ക്ക് 3 ദിവസം വെച്ച് 16 ഫൊറോനകൾ 48 ദിവസം. ഒരു ഫൊറോന വെച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് 5 ദിവസം വേണ്ടി വരും. അങ്ങനെ 48 2 50 ദിവസം, 50 ദിവസം എടുത്ത് 192 ഇടവകൾ ഞാൻ സന്ദർശിച്ചു തീർത്തു. മാർച്ച് മാസം 2015 മാർച്ച് 15 പകുതിയോടെ തുടങ്ങിയ ആ സന്ദർശന പരിപാടി മെയ് മാസം 5-ാം തീയതി ആയപ്പോഴേക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ പിതാവ് ഇത് പൂർത്തീകരിക്കുമോ ഈ ചൂട് കാലത്ത്, വേനൽക്കാലത്ത് ഇങ്ങനെ ഇറങ്ങിയ? പക്ഷേ നമ്മൾ ചൂടിലും വെള്ളത്തിലും വെയിലൊക്കെ നിങ്ങൾ നടന്നിരുന്ന മനുഷ്യനായതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, സാധിക്കും, പൊക്കോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ക്ഷീണവും തളർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് വലിയൊരു അനുഭവമായിരുന്നു. ഏറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഓരോ ഇടവകയിലും ചെല്ലുമ്പോൾ ഇടവകയിലെ കൈക്കാരന്മാർ, കോർഡിനേറ്റർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ, ദേവാലയ ശുശ്രൂഷി, കണക്കൻ, ഇങ്ങനെയുള്ള ആളുകൾ, കോൺവെൻറ്റിൻ്റെ സുപ്പീരിയേഴ്സ്, വികാരിച്ചനും അല്ലെങ്കിൽ കൊച്ചു, ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് നടക്കുമായിരുന്നു. ഒരു 3/4 മണിക്കൂർ തുടങ്ങി ഇടവേള വരപ്പനുസരിച്ച് 1.5 മണിക്കൂർ വരെയുള്ള സമയം ചെയ്തു. അത് കഴിഞ്ഞ് ആ ഇടവേള എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം ഒന്ന് കയറി ഇറങ്ങി. ഒരു 20 മിനിറ്റൊക്കെ വെച്ച് കയറി ഇറങ്ങി. വികാരിച്ചനോടും കൊച്ചനോടൊക്കെ പേഴ്സണലായിട്ട് ഒരു വർത്തമാനം 15-20 മിനിറ്റ് അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരെ പറ്റി, അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ശരാശരി ഒരു 2.5-3 മണിക്കൂർ സമയം അങ്ങനെ ഒരിടവയിൽ ചിലവഴിക്കാമായിരുന്നു. അങ്ങനെ ഒരു ഫൊറോനയിൽ 3 ദിവസം എടുത്ത് ആ ഫൊറോന മുഴുവൻ കവർ ചെയ്യുക, അവിടെ താമസിക്കുക, എവിടെയെങ്കിലും താമസിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും സൗകര്യം കൂടിയ സ്ഥലത്ത് താമസിക്കേണ്ട.
ഏറ്റവും ഉൾപ്രദേശങ്ങളിലേക്ക് പോകാം. അവിടെയുള്ള അച്ഛന്മാർ മലമ്പ്രദേശങ്ങളിലും അങ്ങ് അതിർത്തികളിലൊക്കെ തനിയെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി താമസിക്കുക. കാരണം അവർക്ക് സന്തോഷമാവും, എനിക്കത് കൂടുമ്പോൾ. അങ്ങനെ തന്നെ അവർ ക്രമീകരിച്ചു. കിടപ്പാട സൗകര്യമൊന്നും നോക്കേണ്ടതില്ല. ഒരു ദിവസത്തെ സന്ദർശനം എവിടെ അവസാനിക്കുന്നോ അവിടെ താമസിക്കുക, പിറ്റേ ദിവസം അവിടെ തുടങ്ങുക. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരിക. ചില ഫൊറൈനറുകൾ 6 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. പക്ഷേ അതങ്ങനെ ഒരു സന്ദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് രൂപതയെപ്പറ്റി പൊതുവിലൊരു ഒരു അറിവ്, ഒരു ധാരണ ഉണ്ടാക്കുവാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. ഒരു വലിയ ദൗത്യത്തിലേക്ക് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം പരിമിതമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന അഭിവന്യ പിതാവ് ആരംഭത്തിൽ തന്നെ തലശ്ശേരി അതിരൂപതയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ നാനാതുറകളിൽപ്പെട്ടവരുമായും ആത്മബന്ധം സൃഷ്ടിക്കുവാൻ ഉതകുന്നതായിരുന്നു. സമർപ്പിതരും വൈദികരുമായും മാത്രമല്ല, രൂപതയിലെ വിവിധ പ്രവർത്തന മേഖലകളിൽ വ്യാപൃതരായിരിക്കുന്നവരുമായും അദ്ദേഹം നടത്തിവരുന്ന കൂടിക്കാഴ്ചകൾ അതിരൂപതയുടെ എല്ലാ മണ്ഡലങ്ങളിലും ഇടയന്റെ കൈയൊപ്പ് പതിക്കുന്നവയായിരുന്നു. ഇവിടെ തലശ്ശേരി രൂപതയിൽ കോർഡിനേറ്റർ എന്നൊരു സിസ്റ്റമുണ്ട്. ഇടവേള എല്ലാ പ്രവർത്തനവും ക്രോഡീകരിച്ചു കൊണ്ടുവന്ന ഒരാൾ. അങ്ങനെ എല്ലാ കോർഡിനേറ്റർമാരുടെയും സമ്മേളനങ്ങൾ ചേരും 4 സോണിൽ വെച്ച് നടന്നു. 850ഓളം കൈക്കാരന്മാരും കോർഡിനേറ്റേഴ്സും പങ്കെടുക്കുകയുണ്ടായി. 950ഓളം പേരാണ് വരുന്നത്. അതിൽ 850 പേരോളം തന്നെ സംബന്ധിച്ചു. അതൊരു വലിയ സമ്മേളനമായിരുന്നു. തുറന്ന് സംസാരിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ ഇടവയെ പറ്റിയുള്ള പ്രതീക്ഷയും ഇടവേളയ്ക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള താല്പര്യങ്ങളൊക്കെ നടത്തിയുണ്ടായി. കൂടാതെ സന്യാസ സഭകളിലെ മേജർ സുപ്പീരിയേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ കൂടിയുണ്ടായി. അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും അവരുടെ പ്രതീക്ഷകളും താല്പര്യങ്ങളും കണക്കെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, രൂപതയിലെ വിവിധ സംഘടനകളുടെ മേഖല ഡയറക്ടർമാരെ എല്ലാവരും വിളിച്ചുകൂട്ടി. ആദ്യം ഇങ്ങനെ ഭക്തസംഘടനകളെയും രണ്ടാമതൊന്ന് സാമൂഹിക സംഘടനകളുടെയും, അതിലൂടെ അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവരെ മനസ്സിലാക്കാൻ സാധിച്ചു, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട്. കൂടാതെ ചെയ്തത് നമുക്കറിയാം, നമ്മൾ ചെയ്തൊരു കാര്യം ഇതായിരുന്നു. ഭക്തസംഘടനകളെയും സാമൂഹിക സംഘടനകളെയും സെൻട്രൽ കമ്മിറ്റി പെടുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി. അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നുള്ള മീറ്റിങ്ങുകൾ, അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കുകയുണ്ടായി. അഭിവന്യ ജോർജ് ഞെർലക്കാട്ട് പിതാവ് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പരിമിതമായ കാലത്തിനുള്ളിൽ തുടക്കം കുറിക്കാനായ പദ്ധതികളും ആ വലിയ സമൂഹത്തിന് മുഴുവൻ പകരാനായ ഊർജവും വിലമതിക്കാനാവാത്തതാണ്. തന്റെ മുൻഗാമികളായ അഭിവന്യ വള്ളോപ്പള്ളി പിതാവിനും അഭിവന്യ വലിയമറ്റം പിതാവിനും അനുയോജ്യനായ പിൻഗാമിയെന്ന് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടത് ദിവസങ്ങൾ കൊണ്ടാണ്. അതിരൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വികസന പ്രവർത്തനങ്ങൾക്കു പുറമെ അഭിവന്യ പിതാവിൻ്റെ സാമൂഹികമായ ഇടപെടലുകളും വലുതാണ്. കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും പ്രത്യേകമായ സാമൂഹിക പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃകയും സന്ദേശവും ഇതിനകം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ഇടവക സന്ദർശനത്തിന് പോയപ്പോൾ എനിക്കുണ്ടായ 2 അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ നമുക്കറിയാം കണ്ണൂർ കാസർഗോഡ് പ്രദേശം രാഷ്ട്രീയമായിട്ട് എപ്പോഴും നിങ്ങൾക്കറിയാവുന്ന പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. ഒരു ശത്രുതാ മനോഭാവം തന്നെ നിൽക്കുന്നുണ്ടെന്ന് പോലെ പറയാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന മേഖലകളാണല്ലോ ഈ കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങൾ. അതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എല്ലാ മതങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിലേക്ക് വരിക എന്നൊരു ചിന്തയുണ്ടായിരുന്നു.
അത് പണ്ടേ ഉണ്ടായിരുന്ന ആഗ്രഹമാണ്. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ അത് മനോഹരമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ ഞങ്ങൾക്ക് വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ളൊരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു ശക്തമായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴും വിവിധ ക്രൈസ്തവ സമൂഹങ്ങളായിട്ടും വിവിധ മതങ്ങളുമായിട്ട് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന ചിന്തയുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് മറ്റു മതങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിൽ പോവുക. ഇപ്പോൾ നമുക്കറിയാം മതത്തിൻ്റെയും വർഗത്തിൻ്റെയൊക്കെ പേരിൽ കുറച്ചുകൂടെയൊക്കെ വർഗീയ ധ്രുവീകരണങ്ങളും ചിന്താഗതികളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ എപ്പോഴും സമഭാവനയോടെ എല്ലാവരെയും നോക്കിക്കാണും, കാണാനും എല്ലാ മതങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താനും കഴിയണം എന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. രണ്ട് അനുഭവം ഞാൻ പറയുകയാണ്. ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ ഒരു പള്ളി വെഞ്ചരിക്കാൻ ക്ഷണിച്ചു. പള്ളി വെഞ്ചരിക്കാൻ ക്ഷണിച്ച് ഞാനിവിടുന്ന് യാത്ര പോകുമ്പോൾ അന്ന് പള്ളി വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് ദീപിക പത്രത്തിൽ പള്ളിയുടെ ഒരു സപ്ലിമെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സപ്ലിമെൻ്റ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ സ്ഥലത്തെ ആളുകൾ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരും മുസ്ലിം മതത്തിൽപ്പെട്ടവരും ക്രൈസ്തവ കത്തോലിക്ക മതത്തിൽപ്പെട്ടവരൊക്കെ സൗഹൃദത്തിലാണ് ജീവിക്കുന്നതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാ കാര്യത്തിലും സഹകരിച്ചു പോകുന്നുണ്ടെന്നും ഒക്കെ പഴയ ചരിത്രം ഞാൻ വായിക്കുകയുണ്ടായി. മാത്രമല്ല ബന്തെടുക്ക എന്ന സ്ഥലത്ത് പഴക്കമുള്ള ഒരു മുസ്ലിം മോസ്ക് ഉണ്ടെന്നും അവിടെ തന്നെ പഴക്കമുള്ളൊരു അമ്പലം ഉണ്ടെന്ന് കണ്ടു. ഞാൻ അവിടെ ചെന്ന് കുർബാനയ്ക്ക് വേണ്ടി തിരുവസ്ത്രങ്ങൾ അണിയുമ്പോൾ പെട്ടെന്ന് ഈ ചിന്ത എന്നെ സ്ട്രൈക്ക് ചെയ്തു. നീ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ നീ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കും. ഞാൻ പെട്ടെന്ന് വിചാരിച്ചോട് ചോദിച്ചു, ഞാൻ ആ അമ്പലത്തിൽ പോയിക്കൊണ്ട് മോസ്കിൽ പോയാൽ ഇവിടെ നമ്മുടെ ആളുകൾക്കെല്ലാവർക്കും ഉതപ്പുണ്ടാകുമോ? അച്ഛൻ പറഞ്ഞു, ഇല്ല, ഒരു ഉതപ്പുണ്ടാകില്ല, പോകുന്ന സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഉടനെ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ചെല്ലുമെന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. അച്ഛൻ അവർ ഉടനെ അറിയിച്ചു നമ്മളത് ചെല്ലുമെന്നുള്ളത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പെട്ടെന്നുള്ള സാഹചര്യമാണെങ്കിലും ഏറെ സന്തോഷത്തോടെയാണ് അവരെ നമ്മൾ സ്വീകരിച്ചത്. ഏറെ സന്തോഷത്തോടുകൂടി ആദ്യം ചെല്ലുന്നത് അമ്പലത്തിലേക്കായിരുന്നു. അവർ വളരെ താല്പര്യവും സ്വീകരിക്കുകയും അവരെ നമ്മൾ കൊണ്ടുപോയി സ്വീകരിച്ച് ഇരുത്തി അവർ ഇളനീരൊക്കെ കൊണ്ട് തന്നു. അവരുടെ രീതിയിൽ പൂജാക്രമങ്ങളോടൊക്കെ വന്ന് സ്വീകരിക്കുകയും നല്ല സൗഹൃദമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം മോസ്കിൽ പഴക്കമുള്ള മോസ്കിൽ അപ്പോൾ അവരും അതുപോലെ തന്നെ താല്പര്യപൂർവ്വം എടുത്തു. ഇതൊന്നും നമ്മൾ ഇതെന്തൊക്കെ വരാൻ പോകുന്ന ഓർത്തിട്ടൊന്നല്ലോ. പക്ഷേ ആ രണ്ട് സംഭവങ്ങളും വലിയ പത്രവാർത്തയായി തീർന്നു. തലശ്ശേരി പിതാവ് ഇങ്ങനെ അമ്പലത്തിൽ ചെന്നു, മോസ്കിൽ ചെന്നു എന്നുള്ള കാര്യം വലിയ വാർത്ത. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു എന്തുണ്ടായെന്നറിയാവോ? പിറ്റേ പ്രാവശ്യം അവിടെ ബന്തെടുക്ക പള്ളിയിൽ തിരുനാൾ നടത്തിയപ്പോൾ ആ തിരുനാളിൽ വന്ന സകല മനുഷ്യർക്കും സംഭാരവും നാരങ്ങാ വെള്ളവും കൊടുത്തത് ഈ മോസ്കിലെ മനുഷ്യരാണ്, എല്ലാവർക്കും. മാത്രമല്ല അമ്പലത്തിൽ നിന്ന് ആളുകൾ വാഴക്കൊലകളും നേർച്ച വസ്തുക്കളുമായിട്ട് പള്ളിയിലേക്ക് വരികയും നേർച്ചയിൽ പങ്കെടുക്കുകയും കുർബാനയുടെ അവിടെ തന്നെ നിന്നുകൊണ്ട് അവർ ആശംസകൾ നേരുകയൊക്കെ ചെയ്ത് വലിയ കാര്യമായി തീരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾ നമ്മൾ മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നത് ചെയ്യുമ്പോൾ അത് മതങ്ങളിൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഒത്തിരി നല്ല ബന്ധത്തിന് കാരണമായി തീരും. രണ്ടാമത്തെ അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ്. ഞാൻ എടൂർ പള്ളിയിൽ ചെന്നു. എടൂർ പ്രദേശം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ഈ സന്ദർശനം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് എടൂർ ചേരുന്നത്. അപ്പോൾ എടൂരിൽ വിചാരിച്ചും എന്നോട് ചോദിച്ചു, പിതാവ് ബന്തെടുക്ക ചെയ്തതുപോലെ ഇവിടെയുള്ള സ്ഥലത്ത് പോവുമോ എന്ന് ചോദിച്ചു. കാരണം മുണ്ടാവർമെന്ന് പറയുന്ന ഒരു അമ്പലം പ്രസിദ്ധമായൊരു അമ്പലമാണ്, ഒത്തിരി പഴക്കമുള്ളൊരു അമ്പലമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുള്ളൊരു മോസ്ക് ഈ എടൂരിനടുത്തുണ്ട്. പിതാവ് ഈ രണ്ട് സ്ഥലത്ത് പോയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു നമുക്ക് പോകാം, അങ്ങനെയാണെങ്കിൽ പോകാം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആദ്യമേ പോയത് മോസ്കിൻ്റെ അങ്ങോട്ടാണ്. അവരോട് ഒത്തിരി സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരോട് ചെന്ന് പോയി പറഞ്ഞ പോലെയാണ്. അവർ വളരെ നന്നായി സ്വീകരിച്ചു, നന്നായിട്ട് വർത്തമാനം പറഞ്ഞു. അവർ പെട്ടെന്നൊക്കെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ കമ്മിറ്റിയൊക്കെ ചേർന്ന് നന്നായി സംസാരിച്ചു. വൈകുന്നേരമാണ് മുണ്ടാവർപ്പിച്ചിരുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും വലിയ ആഘോഷമായ സ്വീകരണമാണ്. ഹൈന്ദവ സ്ത്രീകൾ നല്ല എന്താണ് നമ്മൾ പറയുന്നത്, ചെത്ത് സാരിയല്ല, എന്നാലും പഴയ അവരുടെ രീതിയിലുള്ള സാരിയും വസ്ത്രമൊക്കെ അണിഞ്ഞ് താലപ്പൊലികളും ഏന്തി വലിയ ആഘോഷമായ സ്വീകരണം. ഞാൻ വിചാരിക്കുന്ന ഒരു 150-200 ഇടയ്ക്ക് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. ഒരു പൊതുസമ്മേളനം അറേഞ്ച് ചെയ്തു. ഒരു ട്രസ്റ്റിൻ്റെ വകയാണ് അമ്പലം. ആ ട്രസ്റ്റിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ വരികയും അവരൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കത്തോലിക്ക മേലധ്യക്ഷൻ ആദ്യമായിട്ടാണ് ഇവിടെ കാലുകുത്തുന്നത്.
അങ്ങ് ഇവിടെ കാല് കുത്തിയതിലൂടെ ഞങ്ങൾ ഈ സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമായി ഒന്നുകൂടി കൂടുതൽ പുണ്യത്തിൽ ആയിരിക്കുകയാണ്. ഒരു കൂടുതൽ ദൈവത്തിൻ്റെ കൃപ ഇവിടെ കിട്ടുമെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ എടൂരിലെ പള്ളിയിലെ അമ്മ, അത് നമ്മുടെ മാതാവാണ്, എടൂരമ്മ. എടൂരമ്മയും മുണ്ടാവർമ്മയിലെ അമ്മയും തമ്മിൽ വലിയ ലോകമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതങ്ങനെ സന്ദർശനം നടത്തി വന്നു. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെയാണ്, പ്രതീക്ഷിക്കാത്തതാണ് സർവ്വ പത്രങ്ങളും ഈ മതസൗഹാർദ്ദത്തെ പറ്റി എടുത്ത് പറയുകയുണ്ടായി. ഇന്ന് പൗരോഹിത്യത്തിൻ്റെ 45-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവ് തൻ്റെ കഴിഞ്ഞ ദിനങ്ങളെ ഏറെ കൃതജ്ഞതയോടെയാണ് സ്മരിക്കുന്നത്. തൻ്റെ ദൈവവിളിയുടെ പശ്ചാത്തലത്തിൽ ദൈവം പകർന്നു നൽകിയ വിലയേറിയ ബോധ്യങ്ങൾ, ദൈവം തന്നെ ഭരമേൽപ്പിച്ച അനേകാത്മാക്കൾക്കായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതെ, എക്കാലവും ദൈവവിളി തിരിച്ചറിഞ്ഞ് ദൈവതിരുമുൻപിൽ സ്വയം സമർപ്പിക്കുവാൻ മനസ്സാകുന്ന ഏവർക്കും മാതൃകാപരമാണ് ഈ അഭിഷിക്തന്റെ വഴിത്താരകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ബിഹൈൻഡ് എവറി ഒക്കേഷൻ ദർ ഇസ് എ പ്രെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ വിളിയുടെ പിന്നിലും ഒരു പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളുടേതാകാം, ചിലപ്പോൾ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും പ്രാർത്ഥനയാകാം, ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളവരെയാകാം, ഗുരുഭൂതന്മാരുടെ, വൈദികരുടെ, സമർപ്പിത സമൂഹങ്ങളുടെ, സഹപാഠികളുടെ, കൂട്ടുകാരുടെ, ധാരാളം പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവവിളികൾ ഉണ്ടാകുന്നതും നിലനിന്ന് പോകുന്നതും. ശരിക്കും ദൈവവിളി എന്ന് പറയുന്നത് ദൈവം അവൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ഒരു പ്രചോദനം, അതാണ് പറയാൻ സാധിക്കുക. ആ പ്രചോദനത്തിൻ്റെ പിന്നിലെ പ്രേരക ശക്തി തമ്പുരാൻ്റെ സ്നേഹമാണ്. തമ്പുരാൻ ആ വ്യക്തിയോട് തോന്നുന്ന ഒരു സ്നേഹം, ഒരു പ്രേമമാണ്. ഓരോ ദൈവവിളിയും ഒരു പ്രേമമാണെന്ന് വേണമെങ്കിൽ പറയാം. തമ്പുരാൻ്റെ തോന്നുന്ന സ്നേഹം അതാ മനസ്സിൽ തോന്നിപ്പിക്കുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ വിളിക്കുന്നു. ഇതിനകം ഞാൻ ഒരു 65ഓളം വൈദികർക്ക് തിരുപ്പട്ടം നൽകിയുണ്ട് ഈ 5 വർഷത്തിനിടയ്ക്ക്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾക്ക് ദൈവവിളി കിട്ടിയെന്ന് തോന്നലുണ്ടായത്? ഭൂരിഭാഗം പേരും പറഞ്ഞത്, ഞങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് 4 പഠിക്കുമ്പോൾ 5 പഠിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. ചുരുക്കം മാത്രമേ +2 പഠിക്കുമ്പോഴും +1 +2 എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചുരുക്കം പേര് ഡിഗ്രി കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ നിലയിൽ ദൈവം വിളിക്കുന്നത്, പക്ഷേ നന്നായി ചെറുപ്പത്തിലാണ് തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ഈ തോന്നലുകൾ തമ്പുരാനാണ് കൊടുക്കുന്നത്. പക്ഷെ ആ തോന്നലുകൾ തിരിച്ചറിയാൻ, കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാൻ, സഹായിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചേക്കും. അവിടെയാണ് വൈദികരുടെയും സമർപ്പിതരുടെയും മാതാപിതാക്കളുടെ ഒക്കെ റോൾ വരുന്നത്. അവർ അത് തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം. ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് എന്നെ അറിഞ്ഞു, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവമായ കർത്താവിൻ്റെ ഒരു പ്ലാനുണ്ട്. അവൻ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്നതിന് മുമ്പ് പോലും ദൈവം അവനെ അറിയുന്നു, അവനെ വിശുദ്ധീകരിക്കുന്നു. ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിനൊരു പ്ലാനുണ്ട്. നല്ല മാതാപിതാക്കൾ ചോദിക്കേണ്ടത്, എൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? ആ പ്ലാൻ അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുക, അവരെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുക. ജീവിതകാലത്തുടനീളം ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞു മുന്നേറിയ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ. തൻ്റെ ജീവിതത്തിലൂടെ ദൈവമഹത്വം പ്രഘോഷിക്കുവാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത അദ്ദേഹത്തിലൂടെ ദൈവം തൻ്റെ ജനത്തിനിടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇനിയുമേറെ തീഷ്ണതയോടെ മുന്നേറുവാനും ക്രിസ്തുവിനായി ഈ ലോകത്തെ കീഴടക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.